അങ്ങനെ അഭിയാണ് മൂർത്തീസ് ജ്വല്ലറിയെ ഒറ്റുകൊടുത്ത് AN ജ്വല്ലറിയോടൊപ്പം ചേർന്ന് ആദർശിനെ ജയിലിൽ കൊടുക്കാൻ വേണ്ടി സഹായിച്ചതെന്നുള്ള ആ നഗ്ന സത്യം അനി തിരിച്ചറിയുകയാണ്. ആദർശ് ജയിലിലായിട്ടില്ല എന്നുള്ള സന്തോഷ വാർത്ത അനന്തപുരിയിൽ എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷെ അഭിക്ക് ഇത് വലിയൊരു ഷോക്കാവാണ് കേട്ടോ. എന്താ ഉണ്ടായതെന്ന് അഭിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. AN ജ്വല്ലറിയുമായിട്ട് അഭി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് അവർ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് അഭി. ജലജയ്ക്കും നവ്യക്കാണെങ്കിലോ ഉള്ള സന്തോഷമൊക്കെ കെട്ടുപോയിരിക്കാണ് കേട്ടോ. അവരുടെ സന്തോഷം അധിക നേരം ഒന്നും നീണ്ടു നിൽക്കാത്തതുകൊണ്ട് തന്നെ ജലജയ്ക്ക് ആകെ ദേഷ്യം വരാൻ കേട്ടോ. ജലജ അഭിയെ മുറിയിലോട്ട് വലിച്ചു പിടിച്ചോണ്ട് പോയിട്ട് കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് സന്തോഷിച്ചോണ്ട് ഈ വിവരം അറിഞ്ഞിട്ട് അനി നേരെ മുറിയിലോട്ട് പോകുന്നത്. പോകുന്ന വഴിക്കാണ് ജലജയുടെ ഉയർന്ന ശബ്ദം കേൾക്കുന്നത് കേട്ടോ. എന്തോ ഇതിലൊരു പന്തിയില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അനി അവിടെ തന്നെ ഒന്ന് നിൽക്കാണ്. എന്നിട്ട് അവരുടെ ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവര് പറയുന്നതൊക്കെ നല്ല വ്യക്തമായിട്ട് കേൾക്കാണ്. ആ സമയത്ത് ജലജ ഇതിനെ കുറിച്ചൊക്കെ അഭിയോട് ചോദിക്കുമ്പോഴാണ് അഭി പല സത്യങ്ങളും തുറന്നു പറയുന്നത് അനി കേൾക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ആദർശേട്ടനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി AN ജ്വല്ലറിയോടൊപ്പം ചേർന്നത് അഭി ആണെന്നുള്ള സത്യം മനസ്സിലാക്കാണ് അനി. പിന്നെ അവിടെ പൊട്ടിത്തെറികളാണ് സംഭവിക്കുന്നത്. അനിയുടെ മൊത്തത്തിലുള്ള നിയന്ത്രണം വിടുന്നുണ്ട്. അനി നേരെ ചെന്ന് അഭിയുടെ കഴുത്തിന് കയറി പിടിക്കുകയാണ്. പിന്നെന്താ ഉണ്ടാകാൻ പോകുന്നത്? അഭി എന്തായാലും മിക്കവാറും ആനന്ദപുരിക്ക് വെളിയിൽ കളയും. പിന്നെ നവ്യ എന്താ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ഒക്കെ കിടിലൻ എപ്പിസോഡാണ് കേട്ടോ ഇത്. ഇനി എന്തായാലും ആർക്കും നവ്യയോട് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവർക്ക് വേണ്ടി അപമാനങ്ങൾ സഹിച്ചിട്ടും അവര് വീണ്ടും വീണ്ടും കൊത്തി നോവിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പുറത്ത് കളയണ്ടേ. എന്തായാലും വൈകാതെ തന്നെ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അനന്തപുരിയിലെ ഹോളാണ്. എല്ലാവരും ആദർശ് ജയിലിലായിട്ടില്ല എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവ്യാനി നയനയോട് പറയുന്നുണ്ട്, മോളെ മോക്കിപ്പൊ സന്തോഷായില്ലേ? ആദർശ് വിളിക്കുന്നില്ല എന്നുള്ള വിഷമത്തിലല്ലായിരുന്നോ മോള്? ഇപ്പൊ വിളിച്ചല്ലോ. ആ ഏട്ടത്തി അത് പറഞ്ഞപ്പോഴാ ആദർശേ ഇവിടെ ആരെയല്ല ആദ്യം വിളിച്ചത്, മുത്തശ്ശിനെ പോലും അല്ല അവൻ ആദ്യം വിളിച്ചത്, നയന മോളെയാ. അതിലൂടെ തന്നെ മനസ്സിലാക്കി കൂടെ മോൾക്ക് ആദർശ് എത്രത്തോളം പ്രാധാന്യം തരുന്നുണ്ടെന്ന്? അത് പിന്നെ അല്ലാതിരിക്കും അജയ. എന്റെ മോൻക്ക് നയനമോളെന്ന് വെച്ച ജീവനാ, അതെനിക്കറിയാം. എന്തായാലും ഏട്ടത്തി ഇന്നൊരു സന്തോഷമുള്ള ദിവസാ അല്ലേ ഏട്ടാ? അതെ, ആദർശ് എന്താ വിളിക്കാത്തത് എന്നുള്ള ആദ്യമായിരുന്നു എല്ലാവർക്കും. ഇപ്പൊ എന്തായാലും എല്ലാവരുടെ ശ്വാസം ഒന്ന് നേരെ വീണില്ലേ? അപ്പൊ ജാനകി പറയുന്നുണ്ട്, കൃത്യസമയത്ത് എല്ലാം അച്ഛൻ അറിഞ്ഞതുകൊണ്ടാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ പോയത്. എന്തായാലും അതെത്ര നന്നായി. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചിരിക്കാൻ കേട്ടോ. ആ സമയത്താണ് അനി അങ്ങോട്ട് വരുന്നത്. അനി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. അതായത് അനിയെ ആദർശ് വിളിച്ചിട്ടുണ്ട്. ആഹാ, എല്ലാരും ഇവിടെ ഉണ്ടോ? ആ ഏട്ടത്തി വല്ലതും അറിഞ്ഞോ? ആ അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരുടെ മുഖത്തെ പ്രസരിപ്പ് കണ്ടാൽ അറിയാം ഏട്ടൻ വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നയന പറയുന്നുണ്ട്, അനി ആദർശേട്ടൻ നിനക്ക് വിളിച്ചോ? ആ ഏട്ടത്തി എന്നിതേ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു, അതുകൊണ്ട് നേരിട്ട് സർപ്രൈസ് ആയിട്ട് പറയാന്ന് കരുതി. എനിക്ക് ഉറപ്പായിരുന്നു ഏട്ടത്തി ആദ്യം വിളിച്ചു കാണുമെന്ന്. എന്നാലും ബാക്കിയുള്ളവർ അറിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും ഇന്നൊരു സന്തോഷമുള്ള ദിവസം തന്നെ. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. ആഹാ, ഇതാരാ വരുന്നത് നോക്കിയേ. മുത്തശ്ശൻ ആളൊരു കില്ലാടി തന്നെയാണ് കേട്ടോ. അതെന്താടാ നീ ഇപ്പൊ അങ്ങനെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല, പുഷ്പം പോലെയല്ലേ ആദർശേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. അതിനവൻ ജയിലിൽ പോയിട്ടില്ലല്ലോ. ആ ആയിക്കോട്ടെ, എന്നാലും മുത്തശ്ശന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. മുത്തശ്ശന്റെ സ്വാധീനത്തിലല്ലേ ആ തലപെരുത്ത പ്രശ്നത്തിൽ നിന്നും ആദർശേട്ടൻ രക്ഷപ്പെട്ടത്. ഓ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. മുത്തശ്ശൻ അങ്ങനെ പറയൂ. എന്തായാലും മുത്തശ്ശന് എന്റെ വക ഒരു ചക്കര ഉമ്മ. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷാവാണ്. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, ആഹാ മുത്തശ്ശന് മാത്രമേ ഉള്ളൂ ഉമ്മ? ഏയ് അല്ല, മുത്തശ്ശിക്കും ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഉമ്മ വെക്കുന്നുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവർക്കും മുത്തശ്ശനെ മതി. ഈ വയസ്സായ ഒരു കിളവി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും മറക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അയ്യോ മുത്തശ്ശി അങ്ങനെയൊന്നും കരുതണ്ട. മുത്തശ്ശിയും മുത്തശ്ശനും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. എന്നാ ഇത് കേട്ടോണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. കുറച്ചു മുമ്പ് വരെ ഇതൊരു മരണവീട് പോലെ ആയിരുന്നല്ലോ. ഇപ്പൊ എന്താ എല്ലാവർക്കും ഒരു സന്തോഷവും കളിയും ചിരിയൊക്കെ? ഇനി ആദർശ് ജയിലിൽ നിന്നെങ്ങാനും പുറത്തു വന്നോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാവരുടെ മുഖത്തും നല്ല സന്തോഷമുണ്ട്. അവൻ ജയിലിൽ നിന്ന് പുറത്തു വരാതെ എങ്ങനെയാ പിന്നെ ഇവരൊക്കെ ഇത്രത്തോളം സന്തോഷിക്കുന്നത്? എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ട് വരുന്നത്. അമ്മ എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? നവ്യ നീയോ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തിനു പേടിക്കുന്നത്? അതൊന്നുമില്ല നവ്യേ. ദേ നീ കണ്ടോ, അങ്ങോട്ട് നോക്കിയേ, എല്ലാവരും നല്ല സന്തോഷത്തിലാ. കുറച്ചു മുമ്പ് വരെ ഇതൊരു മരണവീടായിരുന്നു. ഇപ്പൊ നോക്കിയേ അവരുടെ സന്തോഷം എത്രത്തോളാണെന്ന്. അത് ശരിയാണല്ലോ, എല്ലാരും നല്ല സന്തോഷത്തിലാ. കുറച്ചു മുമ്പ് വരെ നമ്മുടെ ശത്രുക്കളൊക്കെ കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അത് കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താ എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കാൻ?
അയാളെങ്ങനെ പുറത്തിറങ്ങി കാണൂ? നവ്യെ, നീ വെറുതെയെങ്കിൽ പോലും അങ്ങനെ പറയല്ലേ. അത് മാത്രമുള്ളതിന് നമുക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനായിട്ട് ഒരു കാര്യം. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? അയാൾ ജയിലിൽ പോയില്ലെന്ന് കരുതി നമുക്കൊന്നും ജീവിക്കണ്ടേ? അത് പിന്നെ ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ മോനെ ഇവരെല്ലാരും കൂടി ഒരു ദയയും കാണിക്കാതെ ജയിലിൽ കിടത്തിയതല്ലേ. അപ്പൊ പിന്നെ അവൻ അങ്ങനെ അത്ര പെട്ടെന്ന് ഗൾഫിലെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പാടുണ്ടോ നവ്യെ? അതിനായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് ആര് പറഞ്ഞു? അല്ല പിന്നെ എന്തിനാ ഇവരെല്ലാരും കൂടി ഇങ്ങനെ സന്തോഷിക്കുന്നത്? എന്താ കാര്യം എന്ന് അറിയില്ലല്ലോ അമ്മേ. നമുക്ക് എന്തായാലും കാര്യം തിരക്കാം. നവ്യെ, നീ ഇനി അങ്ങോട്ട് പോകണ്ട. അത് ഞാനൊരു മയത്തില് ചോദിച്ചോളാം. അതെന്താ അമ്മേ ഞാൻ അങ്ങോട്ട് പോയാല്? അല്ല നവ്യെ, നീ ഇനി അങ്ങോട്ട് പോയിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വെറുതെ വഴക്കായിരിക്കും. അത് വേണ്ട. ഞാനേ തന്ത്രപൂർവ്വം ആ ദേവ്യാനിയോട് ചോദിച്ചോളാം. അങ്ങനെ തന്ത്രപൂർവ്വം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിക്കേണ്ടതേ ആ നയനോട് തന്നെ ചോദിച്ചാ മതി. മോളെ, നീ ചോദിക്കുകയാണെങ്കിൽ നയനോട് ചോദിച്ചോ. ദേ ആ ദേവ്യാനിയോടൊന്നും ചോദിച്ചേക്കരുത്. എനിക്ക് ആരോട് ചോദിക്കണമെന്ന് തോന്നുന്നോ ഞാൻ അവരോട് ചോദിക്കും. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് നേരെ നടന്ന് അവരുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ഇനി ഈ പെണ്ണ് അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാന്ന് ആര് കണ്ട്? എന്തായാലും അബി ഒന്ന് വിളിച്ചേക്കാം. ഇതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോണ്ട് അബിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അബി ആണെങ്കിൽ അനാമികയുടെയും വീട്ടുകാരുടെയും കൂടെയാണ്. അബി പറയുന്നുണ്ട്, അമ്മയെ വിളിക്കുന്നത്. അവിടെ എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും, അത് പറയാനായിരിക്കും. ഞാനൊന്ന് എടുക്കട്ടെ. പെട്ടെന്ന് എടുക്ക അബി. എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ അതറിയാൻ കാത്തിരിക്കാൻ ഞാനും എന്റെ മോളും. അങ്ങനെ അബി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ അമ്മേ. എന്താ അമ്മേ? എടാ നീ ഇത് എവിടെ പോയി കിടക്കുവാ? ഞാൻ അനാമികയുടെ വീട്ടിലാ അമ്മേ. നിനക്ക് ഇവിടെ ഉണ്ടായിക്കൂടെ? നീ എന്തിന് ഏത് സമയം അവിടെ പോയിരിക്കുന്നത്? അത് ശരി. അമ്മയ്ക്ക് ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അവിടെ നിന്നാലേ അമ്മായി എനിക്ക് എന്തെങ്കിലും പണി തരും. അത് കണ്ടുകൊണ്ട് നവ്യ വരും. പിന്നെ നവ്യ ചോദിക്കുന്ന മറുപടികൾക്കൊക്കെ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അതും ശരിയാ. അവൾ എന്നോട് നാഴികയ്ക്ക് 40 വട്ടം ചോദിക്കുക എന്തിനാ അമ്മ ഈ ജോലിയൊക്കെ എടുക്കുന്നതെന്ന്. അവൾ എന്നെ കൊണ്ട് എടുപ്പിക്കാണെന്നുള്ളത് ഇവക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചേക്കല്ലേ നീ? അമ്മേ, നമ്മളിപ്പൊ സന്തോഷിച്ച് നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് എന്തിനാ അമ്മ ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത്? എടാ, ഞാൻ വേറൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താ അമ്മേ? നവ്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതൊന്നും അല്ല. പിന്നെ എടാ മോനെ, നമ്മുടെ സന്തോഷത്തിനൊന്നും അധികം ആയുസ് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നവ്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? നവ്യ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. എന്നാലും ഇവിടെ ഒരു മരണവീടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ, ഇവിടെ പടക്കം പൊട്ടിക്കേണ്ട സന്തോഷമായിട്ട് നടക്കുക ഓരോരുത്തര്. എന്ത് സന്തോഷിക്കാനോ? അവരെങ്ങനെ സന്തോഷിക്കാൻ? അതൊന്നും എനിക്കറിയില്ല. നിന്റെ ഭാര്യ പോയിട്ടുണ്ട് ചോദിക്കാൻ. അയ്യോ അമ്മേ, അവളെ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്? എന്താ ഉണ്ടായതെന്ന് അമ്മ തന്ത്രപൂർവ്വം ചോദിച്ചാ പോരെ? അതെങ്ങനെ നിന്റെ ഭാര്യയോട് എനിക്ക് പറയാൻ പറ്റുമോ? അവളെന്നെ കടിച്ചു കയറി തിന്നാൻ വരുവാ. അമ്മേ, പരമാവധി അവളെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്ക്. നിയന്ത്രിച്ചല്ലേ പറ്റൂ. ഇനിയിപ്പൊ അതൊരു വിധിയായി കണക്ക് കൂട്ടാം. എടാ അബി, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ സന്തോഷം എന്താണെന്ന് അറിയണേ. എത്രയും പെട്ടെന്ന് ആ ഗൾഫിലോട്ടൊന്ന് വിളിച്ചു നോക്ക്. അവിടെ എന്താ ഉണ്ടായതെന്ന് അറിയാനേ. അവരെങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങിയോന്ന് അന്വേഷിക്കേ. അമ്മ വെച്ചോ. ഞാൻ എത്രയും പെട്ടെന്ന് അന്വേഷിച്ചിട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. ശരി. ദേ, ഞാൻ നിന്റെ വിളിയും പ്രതീക്ഷിച്ചിരിക്കുക. നീ എന്റെ പ്രതീക്ഷയ്ക്ക് എടുത്തുന്ന വാക്കുകളൊന്നും പറയാതിരിക്കബി. അമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം മൂർത്തീസ് ജ്വല്ലറിയേക്കാളും പണവും പ്രശസ്തിയും പെരുപ്പോ ഉള്ള ആളുകളാണ് AN ജ്വല്ലറിക്കാർ. അവരത്ര പെട്ടെന്നൊന്നും നിസ്സാരമായിട്ട് വെട്ടിച്ച് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടുത്തെ മൂർത്തിയുടെ പണവും പ്രശസ്തിയും ഒന്നും ഗൾഫിലേക്കത്തില്ല അമ്മേ. എന്തായാലും നീ വിളിച്ചിട്ട് എനിക്ക് വിളിക്ക്. ശരി. ഇതും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വേണം ചോദിക്കുന്നുണ്ട്, എന്താ ഉണ്ടായത് അബി? ഇവരോടിപ്പൊ കാര്യം പറയുന്നത് ശരിയല്ല. കേക്ക് മുറിച്ച് എനിക്ക് വയറ് നിറയെ ആഹാരവും തന്ന് ഇനിയിപ്പോ അത് പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്താ അബിയേട്ട ആലോചിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവരുടെ സങ്കടവും കണ്ണീരും ഒക്കെ കണ്ടിട്ടേ സന്തോഷിച്ചുകൊണ്ട് അമ്മ എന്നെ വിളിക്കുമായിരുന്നു. അതായിരുന്നു ഭാഗ്യം. ഞാൻ വിചാരിച്ചു അവൻ എങ്ങാനും ജയിലിൽ നിന്ന് ഇറങ്ങി കാണുമെന്ന്. ഇത് കേട്ടപ്പോ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ അബി. അവൻ എങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങാനാ? കാരണം അവരെക്കാളും പണവും പ്രശസ്തിയുള്ളവരാണ് ഗൾഫിലെ AN ജ്വല്ലറിക്കാര്. ഗൾഫിലെ മൂർത്തീസ് ജ്വല്ലറിയേക്കാളും ഏറ്റവും മുകളിലാ AN ജ്വല്ലറിയുടെ അവിടുത്തെ സ്ഥാനം. എന്തായാലും അബി, ഈ സന്തോഷ വാർത്ത നമ്മൾ ഇങ്ങനെയൊക്കെ അടിച്ചു പൊളിച്ചല്ലോ. ഇന്നത്തെ ദിവസം എന്തായാലും ഒരുപാട് സന്തോഷിക്കാനുണ്ട്. സന്തോഷിക്കാനായിട്ടില്ല. ഇനി ആ ഗൾഫിലോട്ട് വിളിക്കുമ്പോ അയാൾ ഇനി എന്താണാവോ പറയാ? എന്താ അബി ആലോചിക്കുന്നത്? ഒന്നുമില്ല ആന്റി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്നെ അമ്മ അന്വേഷിക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തണം. ചിലപ്പോ നവ്യ അന്വേഷിച്ചോണ്ടിരിക്കും. ശരി അബിയേട്ടാ. മോനെ അബി, രാത്രിക്കാലത്തെ ഫുഡും കൂടി കഴിച്ചിട്ട് പോവണമെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇപ്പൊ തിരക്കുന്നില്ലേ? അത് പിന്നൊരിക്കലാവാ ആന്റി. ശരി. അങ്ങനെ അബി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. മോളെ, അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അതേച്ചാ, അങ്ങനെ AN ജ്വല്ലറി മുഖാന്തരം മൂർത്തീസ് ജ്വല്ലറി അതം പതിക്കാൻ പോവാണ്. അവരുടെ താഴ്ച കണ്ട് നമുക്ക് രസിക്കണച്ചാ. രസിക്കണമെന്നോ? ഞാനേ പടക്കം പൊടിച്ച് ആഘോഷിക്കും.
അച്ഛൻ പോയിട്ടേ നല്ല ഒന്നാന്തര പടക്കം വാങ്ങിച്ചോണ്ട് വാ, നമുക്കത് പൊട്ടിച്ചാഘോഷിക്കാം. അതെ അതെ. ആ അല്ല, അതിന് കാശില്ലല്ലോ രേവതി. പടക്കം പൊട്ടിക്കാനേ ഞാൻ കാശ് തരും. ആ നിന്റെ എവിടുന്നാ? അതൊന്നും ഇപ്പൊ വേണുവേട്ടൻ അറിയണ്ട. അപ്പൊ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട്, അമ്മേ അമ്മയ്ക്ക് എവിടുന്നാ കാശ് കിട്ടിയത്? സത്യം പറഞ്ഞോ? ഓ ഇനി നിന്റെന്ന് എടുത്തതൊന്നുമല്ല, ഉള്ളതങ്ങ് പറഞ്ഞേക്കാം. എന്നാൽ ആ വത്സലയുടെ മോളുടെ കുഞ്ഞിന്റെ നൂലുകെട്ടല്ലായിരുന്നോ? അവക്ക് നിന്റെ പ്രായ, അവക്കിപ്പോ രണ്ടാമത്തെ കൊച്ചാ. അല്ല, ആ കുഞ്ഞിന്റെ സ്വർണ്ണം വല്ലതും നീ അടിച്ചു മാറ്റിയോ രേവതി? ഓ നിങ്ങളെ പോലെ ഞാൻ അത്രയും അതപ്പതിച്ചിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് എങ്ങനെയാ കാശ് കിട്ടിയത്? അവിടെ വന്നിരുന്ന ഏതോ ഒരു സ്ത്രീ, എനിക്ക് പോലും അറിയില്ല, അവരുടെ പേഴ്സിന്ന് അടിച്ചു മാറ്റിയതാ. അമ്മ മോഷ്ടിക്കാനും തുടങ്ങിയോ? പിന്നെ ഞാൻ എന്ത് വേണം? നിന്റെ അച്ഛനെ ആശ്രയിച്ച് ഇങ്ങനെ കഴിയണോ? ജോലിക്കും പോവില്ല, ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവല്ലേ? ഓ ഇനി അത് പറഞ്ഞ് എന്റെ തലയിലോട്ട് കയറാൻ വരേണ്ട അമ്മയും മോളും. ആ കാശെടുക്ക്, ഞാൻ പടക്കം വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ രേവതി കാശ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യാണ്. ചന്തുമോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന നയനയുടെ അടുത്തോട്ട് നവ്യ വരുന്നുണ്ട്. എന്താണാവോ ഇത്രമാത്രം സന്തോഷിക്കാൻ? എന്താടി, നിന്റെ കെട്ടിയോന് മൂന്നാമതൊരു പെണ്ണിനെ കൂടി കെട്ടിയിട്ട് ജയിലിൽ പോയിട്ട് അവിടുന്ന് ആരെങ്കിലും മോചിപ്പിച്ചോ? ദേ ചേച്ചി, ചേച്ചിയുടെ നാവിന് എല്ലില്ലെന്ന് കരുതിയിട്ട് എന്ത് വിളിച്ചു പറയാന്ന് കരുതണ്ട. പിന്നെ എന്റെ ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ ചേച്ചിയോട് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആദർശേട്ടന് ജയിലിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് പുഷ്പം പോലെ ഇറങ്ങാം. ഇത് കേട്ടപ്പോ തന്നെ നവ്യ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. ഹോ, നിന്റെ ഭർത്താവ് അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങി അല്ലേ? അയാൾ ഇറങ്ങുമല്ലോ. അയാൾ എന്ത് തെണ്ടിത്തരം ചെയ്തിട്ടാണെങ്കിലും പണം വെച്ച് അയാൾ പുറത്തിറങ്ങിയിരിക്കും. പിന്നെ ഇവിടെ മുത്തശ്ശൻ എന്ന് പറയുന്ന വലിയൊരാളുണ്ടല്ലോ, മൂർത്തി മുത്തശ്ശൻ. അതുകൊണ്ട് അങ്ങേരുടെ സ്വാധീനത്തിൽ ഇറങ്ങിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു മോളെ. നിന്റെ ആദർശേട്ടൻ എന്ത് തെണ്ടിത്തരം ചെയ്താലും ജയിലിൽ നിറക്കാൻ ഇവിടെ ആളുകളുണ്ടല്ലോ. പക്ഷേ എന്റെ അഭി അങ്ങനെയല്ല. അവനൊരു ചെറിയ തെറ്റ് ചെയ്താലും അവന് ജയിലിൽ പരമാവധി എത്രത്തോളം കിടക്കാൻ പറ്റുമോ അത്രത്തോളം വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ ആളുള്ളത്. ചേച്ചി മതി, എനിക്ക് ചേച്ചിയോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നിനക്കുണ്ടാവില്ലടി, പക്ഷെ എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. കാരണം നീ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ഒരാളെ അല്ല. നീ സ്വത്തിനും പദവിക്കും പ്രശസ്തിക്കും വേണ്ടി സ്വന്തം ചേച്ചിയുടെ കഴുത്തറങ്ങാൻ പോലും മടിക്കില്ലടി. അത് ഞാനായിരിക്കില്ല, ചേച്ചിയായിരിക്കും ചെയ്യാ. കാരണം നന്ദുവിന് ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടും ചേച്ചി ഒന്ന് നന്ദുവിനെ കാണാൻ വേണ്ടി വന്നോ? ഞാൻ എന്തിനടി കാണാൻ വരുന്നത്? എന്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന എന്റെ കൊച്ചിന്റെ അച്ഛൻ അബി, അവനെ ജയിലിലോട്ട് വലിച്ചേച്ച് കൊണ്ടുപോയത് അവളല്ലേ. പിന്നെ എന്തിനാ ഞാൻ അവളെ കാണാൻ വേണ്ടി പോകുന്നത്? അങ്ങനെ പോണ്ട ആവശ്യം എനിക്കില്ല. അതുകൊണ്ടേ അതേക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ ചേച്ചി ആദർശേട്ടനെ കുറിച്ച് കൂടുതൽ പറയാൻ നിൽക്കണ്ട. ചേച്ചി പോവാൻ നോക്ക്. മനസ്സിലടി, എനിക്ക് തോന്നുമ്പോ ഞാൻ പോവും. ഓ, ആദർശിന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണല്ലോ ഇത്. നീ ഈ അവിഹിതത്തിലുണ്ടായ സന്താനത്തെ ഊട്ടിക്കൊണ്ടിരുന്നോ? ചേച്ചി മതി, ഒരു കുഞ്ഞു മനസ്സാ ചേച്ചി ഇങ്ങനെ നോവിക്കുന്നത്. ഇതിനെയൊക്കെ പാപം ചേച്ചി എവിടെ ചെന്ന് തീർക്കും? പാപം അയാൾക്കപ്പ എന്തും ചെയ്യാം അല്ലേ? ആരെന്തെങ്കിലും ചെയ്യട്ടെ, പക്ഷെ അവരുടെ തെറ്റിലുണ്ടായ കുഞ്ഞിനെ എന്തിനാ ചേച്ചി ഇങ്ങനെ വിമർശിക്കുന്നത്? ഈ പാവം എന്ത് പഴിച്ചു? ആ അത് ശരിയാ, ഒന്നും അറിയാത്ത ഈ കുഞ്ഞൊന്നിനും പഴിച്ചില്ല. എങ്കിലും അയാളുടെ കുഞ്ഞല്ലേ, അയാളുടെ രക്തം. അപ്പൊ പിന്നെ ഇതിനെ കാണുമ്പോ എനിക്ക് കഴുത്ത് നെരിച്ച് കൊല്ലാനുള്ള ദേഷ്യ വരുന്നത്. എന്നാ ഇത് കേട്ടോണ്ടാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. നിർത്ത് നവ്യ, നീ എങ്ങോട്ട് ഇങ്ങനെ കയറി കയറി പോകുന്നത്? ഇതേ എന്റെ മോന്റെ കുഞ്ഞ് തന്നെയാ. അവന്റെ ഭാര്യയ്ക്കില്ലാത്ത വിഷമം പിന്നെ നിനക്കെന്തിനാടി? എന്റെ മോന്റെ മരുമകളുടെ കുഞ്ഞെന്ന് വെച്ചാ എന്റെ പേരക്കുട്ടിയാ. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി കഴുത്ത് നെരിച്ച് കൊല്ലുന്ന വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനേ എന്റെ വായ കൊണ്ട് പലതും വിളിച്ചു പറയും. അതൊക്കെ കേൾക്കാനേ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാ. കാരണം അത്രത്തോളാ നിങ്ങളൊക്കെ എന്നോട് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നിന്നോടൊക്കെ ഇങ്ങനെ സംസാരിച്ചാൽ ശരിയാവില്ല മോളെ. നീ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോ. ആ പിഞ്ചു മനസ്സ് വേദനിപ്പിക്കാനായിട്ട് കുറെ എണ്ണ ഇറങ്ങി തിരിച്ചേക്കുക. ദേ നവ്യെ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നന്ന്. അല്ലാതെ ആ കുഞ്ഞിനെ വേദനിപ്പിക്കാനാണെന്നുണ്ടെങ്കിലേ നിങ്ങൾക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടി വരും. ആഹാ കൊള്ളാലോ, അടുത്തത് അതായിരിക്കും പറയാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോവാൻ തയ്യാറായി തന്നെ നിൽക്കുക. ഇനിയിപ്പൊ നിങ്ങളുടെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. നിന്റെ കയ്യും കാലും എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ജ്വല്ലറിക്കാർക്ക് നമ്മളോട് ശത്രുതയുണ്ടെന്ന് കരുതിയിട്ട് ആ വാശിക്കും ദേഷ്യത്തിനും പുറത്ത് നിന്നെ മോഡലാക്കി കാണും. എന്നാ അവർ പ്രതീക്ഷിച്ചതൊന്നും അവർക്ക് നേടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ അവർ കറിവേപ്പില പോലെ വലിച്ചെറിയും. അങ്ങനെ ഒരു ദിവസം വരുമ്പോ നീയൊക്കെ പഠിക്കും. നവ്യേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നീ എന്താ കരുതിയത്? നിന്റെ ഈ തൊളിവെളുപ്പൊണ്ടും നിന്റെ ഭംഗിയോണ്ടുമാണ് ജ്വല്ലറിക്കാർ നിന്നെ മോഡലായി സെലക്ട് ചെയ്തതെന്നോ? നേരത്തിന് അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവും അവരെന്തിനാ നിന്നെ സെലക്ട് ചെയ്തതെന്ന്. അവർക്ക് എതിരാളിയായി നിൽക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് മോഡലായ ഒരാളെ കിട്ടിയ അവരത് മുതലെടുക്കില്ലേ? അവർക്ക് ഇഷ്ടം പോലെ തൊലി വെളുപ്പും കാണാൻ ഭംഗിയുള്ള ഒരുപാട് മോഡൽസിനെ കിട്ടും, സെലിബ്രിറ്റീസിനെ വേണമെങ്കിലും കിട്ടും. അതൊക്കെ അവർക്ക് പുഷ്പം പോലെ സാധിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടും നിന്നെ മാത്രം അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ പോകല്ലേ നവ്യേ.
പിന്നെ നീ വിചാരിക്കും നിന്റെ കഴിവുകൊണ്ട് മാത്രമാണ് നിനക്കിത് കിട്ടിയതെന്ന്. അത് നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും. എല്ലാം ഒന്ന് കെട്ടിറങ്ങട്ടെ. നീ കൂടുതൽ നിന്റെ പത്തി ഉയർത്തണ്ട, അതങ്ങ് താഴ്ത്തിയേക്ക്. ഇതും പറഞ്ഞുകൊണ്ട് പോവാൻ നിൽക്കുന്ന സമയത്താണ് നവ്യ വിളിക്കുന്നത്. അമ്മായിയൊന്ന് നിന്നേ, പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ അങ്ങ് പോവാന്ന് കരുതിയോ? എന്നാ കേട്ടോ, എന്റെ ചിലപ്പോ അവരങ്ങനെ ആയിരിക്കാം സെലക്ട് ചെയ്തത്. പക്ഷെ അതിലൂടെ എനിക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വലിയൊരു മോഡലായി തീരും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഞാൻ ഇതേ രീതിയിൽ തന്നെ ഇതേ സ്വരത്തിൽ തന്നെ പറയുകയും ചെയ്യും. ആദ്യം നീ അതായി കാണിക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടുന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് നവ്യക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കിച്ചണാണ്. കിച്ചണിൽ നല്ല രീതിക്ക് പണിയിലാണ് കേട്ടോ ജലജ. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. എന്തായിടി, ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയോ? ആ ഏറെക്കുറെയൊക്കെ ഉണ്ടാക്കിയിട്ടെത്തി. ഏറെക്കുറയോ? നീ ഇപ്പൊ അടുക്കളയിൽ കയറിയിട്ട് ഒരു 4-5 മണിക്കൂറായില്ലേ? ഞാൻ പറഞ്ഞ വിഭവങ്ങൾ മുഴുവനായിട്ട് നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? എന്റെ ഏട്ടത്തി, ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ, ഒരു മനുഷ്യ സ്ത്രീയല്ലേ. അതുകൊണ്ട് എന്റെ കൈകൊണ്ട് കഴിയാവുന്ന പണികളൊക്കെ ഞാൻ തീർത്തു. ഇനി ബാക്കി വേണമെങ്കിൽ നാളെ ചെയ്യാം. ഇന്ന് കഴിക്കേണ്ടത് നാളെ കഴിച്ചിട്ട് എന്താടി കാര്യം? ഏട്ടത്തി, ഇവിടെ 2 ദിവസമായിട്ട് 1-2 വിഭവങ്ങളെല്ലാം ഉണ്ടാക്കാറ്. ഇന്നെന്താ 4-5 കൂട്ടം വേണമെന്നൊക്കെ പറയുന്നത്? എന്നെക്കൊണ്ട് ഏട്ടത്തി മനഃപൂർവ്വം ജോലിയൊക്കെ ചെയ്യിപ്പിക്കില്ലേ? അതേടി, നിനക്കത് ഇപ്പോഴും മനസ്സിലായില്ലേ? നീയേ ഒന്ന് ശരിക്കും ഉണ്ടാക്കി പഠിക്ക്. എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഭക്ഷണം വെട്ടി വിഴുങ്ങാറല്ലേ പതിവ്, അല്ലാതെ ഉണ്ടാക്കി പരിചയമൊന്നും ഇല്ലല്ലോ. ഇന്ന് നീ എല്ലാവർക്കും വെച്ചുണ്ടാക്ക്. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാ നിന്റെയൊക്കെ തലയിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കടന്നു വരുന്നത്. ഏട്ടത്തി, മതി ഏട്ടത്തി, ഇനി എനിക്ക് പണിയെടുക്കാൻ വയ്യ. എന്റെ നടു ഒടിയാറായി. പറ്റില്ല, പറഞ്ഞത് മുഴുവനായിട്ട് ചെയ്തിരിക്കണം. ദേ, പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ദേവയാനി എന്താ ചെയ്യാന്നുള്ളത് നിനക്കറിയാലോ. ഏട്ടത്തി, ഞാൻ കാല് പിടിക്ക, എനിക്ക് വയ്യാനിട്ടാണ്. അപ്പൊ പിന്നെ നിലം തുടയ്ക്കാനുള്ളതൊക്കെ ആര് ചെയ്യും? അയ്യോ, വേണമെങ്കിൽ ഞാൻ ഏട്ടത്തി അബി വന്നിട്ട് അത് ചെയ്യിപ്പിക്കാം. അബിയോ? അബി ചെയ്യലെങ്ങനെയാ? അവനും നന്ന്, നീയും നന്ന്. അവനെ പണി കിട്ടാതിരിക്കാൻ വേറെ എവിടെയോ പോയി മുങ്ങിയിരിക്കുക. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ. ഞാൻ പാതിരാത്രിയാണെങ്കിലും അവന് കൊടുക്കേണ്ട പണി കൊടുത്തിരിക്കും. ഏട്ടത്തി, നിങ്ങൾ നവ്യയുടെ മുന്നില് ഇങ്ങനൊന്നും സംസാരിക്കാതെ. അവക്ക് എന്തെങ്കിലും സംശയം കുടുങ്ങിയാ പോരെ? ആ മതി, അതോട് കൂടി തീരും നിന്റെ മോന്റെ ഇവിടുത്തെ സുഖവാസം. ആ പിന്നെ ഞാൻ പറയാൻ വിട്ടു, ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. അതുകൊണ്ടേ നീ കുറച്ചു കഴിഞ്ഞിട്ട് പായസം ഉണ്ടാക്ക്. എല്ലാവരും പായസം കുടിക്കട്ടെ. ഏട്ടത്തി, അതിനെന്താ സന്തോഷിക്കാനുണ്ടായത്? ആദർശാണെങ്കിൽ ഇപ്പൊ ജയിലിലല്ലേ. ഇനി എന്ത് സന്തോഷ വാർത്ത ഉണ്ടായെങ്കിലും അത് നമുക്കൊക്കെ സന്തോഷ വാർത്ത ആയിരിക്കുമോ? ഞങ്ങൾക്ക് സന്തോഷ വാർത്ത ആയിരിക്കും, പക്ഷെ നിനക്കും നിന്റെ മോൻക്കും നിന്റെ മരുമകൾക്കൊന്നും സന്തോഷ വാർത്ത ആയിരിക്കില്ല. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെ സന്തോഷ വാർത്ത ഞങ്ങളെയും കൂടി സന്തോഷ വാർത്തയല്ലേ. പിന്നെ എടി, നീ പറഞ്ഞ പണി എടുത്താ മതി. പിന്നെ സന്തോഷ വാർത്ത അറിയിച്ചില്ലെന്ന് വേണ്ട. എന്റെ മോനെ ജയിലിൽ നിന്ന് പുഷ്പം പോലെ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് ഇറങ്ങിയതോ? അതെങ്ങനെ? എന്താ നിനക്ക് ഞാനത് പറഞ്ഞപ്പോ ഒരു ഞെട്ടല്? നീ നിന്റെ മോനും കൂടി ചേർന്നാണോ എന്റെ മോനെ ഏഞ്ചലറോടൊപ്പം ചേർന്നിട്ട് അവിടെ ജയിലിൽ കുടുക്കിയത്? അയ്യോ ഏട്ടത്തി, ഞാൻ അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് അബിയെ പോലെയല്ല ആദർശവും. നീ അതും അതിന് അങ്ങേപ്പുറം ചെയ്യും. കാരണം നിന്റെ മോനെ ജയിലിൽ കിടന്നപ്പോ ആരും രക്ഷിക്കാൻ നോക്കിയില്ലല്ലോ. അതുകൊണ്ട് നീയും ഇതിന് അങ്ങേപ്പുറം ചെയ്യുന്ന എനിക്ക് ഉറപ്പാ. ഏട്ടത്തി, വെറുതെ ആവശ്യമില്ലാത്തത് പറയരുത്. ഞാനും എന്റെ മോനും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കും നിന്റെ മോൻക്കും നന്ന്. ഇല്ലാന്നുണ്ടെങ്കിലേ ഇവിടുന്ന് പുറത്തോട്ട് പോവാനുള്ള വഴി നിങ്ങൾ എന്നെ തെളിയിക്കി. ഞാൻ പറഞ്ഞ പോലെ പായസം ഉണ്ടാക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് പോരെ ഏട്ടത്തി? കുറച്ച് കഴിഞ്ഞിട്ട് മതി. എന്തായാലും ആഹാരം കഴിക്കാൻ എല്ലാവരും വരുമ്പോ ടേബിളിൽ ആഹാരമൊക്കെ എടുത്തു വെക്കണം. ഓ, ചെയ്തോളാം ഏട്ടത്തി. ജാനകി ചിലപ്പോ എടുത്തു വെക്കാൻ വരും. എന്നാലും ജാനകിയെ കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കരുത്. പകരം നീ വേണം ചെയ്യാൻ. ഏട്ടത്തി, അവൾ സഹായിക്കാൻ വരുന്നെങ്കിൽ വരട്ടെ. ഏട്ടത്തി എന്തിനാ അതൊക്കെ തടയാൻ പറയുന്നത്? നീ പറഞ്ഞത് ചെയ്താൽ മതി, കേട്ടോ? ശരി. ഇതും പറഞ്ഞോണ്ട് ദേവയാനി പോകുമ്പോ ജലജയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. അവനെങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി? അബി മണ്ടൻ, അവൻ എന്തൊക്കെയാ പറഞ്ഞത്? ജയിലിൽ നിന്ന് അവൻ ഇറങ്ങാൻ പറ്റില്ല, അവിടുത്തെ നിയമങ്ങളൊക്കെ അത്രയ്ക്കും കടുകെട്ടിയാണെന്ന്. എന്നിട്ട് എന്തുകൊണ്ട് അവൻ പുറത്തോട്ട് ഇറങ്ങി? ഇതും പറഞ്ഞോണ്ട് നേരെ ഫോൺ എടുത്തോണ്ട് അബിക്ക് വിളിക്കാൻ കേട്ടോ. അങ്ങനെ അബി ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അബി. എന്താ അമ്മേ, നീ എവിടെ? ഞാനിവിടെ പുറത്തുണ്ടമ്മേ. എന്നാ പിന്നെ ഇങ്ങോട്ട് കയറി വാ. നിനക്കൊരു സന്തോഷ വാർത്ത ഞാൻ അങ്ങ് പറഞ്ഞു തരാം. ചൂടാറുന്നതിന് മുമ്പ് കേട്ടോ. എന്താ അമ്മേ, എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായോ? അവന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലെന്ന് ആരെങ്കിലും പറഞ്ഞു? അതേടാ പറഞ്ഞു. അവന് ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലെന്നല്ല, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അമ്മയോട് ആരാ ഈ വിഡ്ഢിത്തരൊക്കെ പറഞ്ഞത്? വിഡ്ഢിത്തരോ? ആര് വിഡ്ഢിത്തരം പറയാൻ? അവനെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട് അവൻ ജയിലിലല്ലായിരുന്നു എന്ന്. പിന്നെ അപ്പോ ജ്വല്ലറിയിലെ മാനേജറെ വിളിച്ചപ്പോ അവൻ ജയിലിലാണെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ അവൻ പറഞ്ഞു കാണും, പക്ഷെ അതൊന്നും അല്ലായിരുന്നു സത്യം. അമ്മേ, ഞാൻ പുറത്ത് നിൽക്കുക. ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം.
അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് അവിടെ ദേവയാനിയെ കാണുന്നത്. ആഹാ, രാവിലെ മുതൽ എവിടെ പോയി കിടക്കുമായിരുന്നു? അത് പിന്നെ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതായിരുന്നു. ഫ്രണ്ട് ആണോ അതോ പെണ്ണോ? ആണായിരിക്കില്ല, പെണ്ണായിരിക്കും എന്ന് എനിക്കറിയാം. അയ്യോ അമ്മായി, ഇത് ആണാണ്, പ്രശാന്ത്. ആരെങ്കിലും ആവട്ടെ. എന്നാലേ ഇവിടെ കുറച്ച് പണിയുണ്ട്. ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴോട്ട് ഇറങ്ങി വാ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാൻ വിട്ടു. എന്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങി. നിനക്കും നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ പടക്കം പൊട്ടി ആഘോഷിക്കാനുള്ള വാർത്ത ഉണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് ഇല്ലാതായില്ലേ? അത് പിന്നെ എനിക്കും അത് സന്തോഷ വാർത്തയല്ലേ അമ്മായി. ഏട്ടൻ ഗൾഫിലാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്തിനാണ് നീ വിഷമിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നെ നിങ്ങളൊക്കെ ജയിലിൽ കിടന്നപ്പോഴും പുറത്തിറക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ ആദർശേട്ടൻ ജയിലിൽ കിടക്കുമ്പോ എനിക്കെങ്ങനെ അമ്മായി സന്തോഷിക്കാൻ പറ്റുക? മിണ്ടരുത് നീ. നീ നിന്റെ അമ്മയുടെ പോലെ തന്നെ പഠിച്ച കള്ളനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടേ നിന്റെ അടവൊന്നും എന്റെ അടുത്ത് അടക്കത്തില്ല. ഇതിന്റെ പിന്നിൽ നീയാണോന്ന് വരെ എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും അത് വൈകാതെ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യും. നീ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ മാറി വരാൻ നോക്ക്. കുറച്ച് പണിയെ നിനക്ക് പുറത്ത് ഇരിപ്പുണ്ട്. എന്ത് പണി? പണി അറിയാൻ ധൃതിയായോ? എന്നാ പറഞ്ഞേക്കാം. ഗാർഡനിൽ കുറച്ച് പുല്ല് തഴുത്ത് വളർന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി ഒരുപോലെ ആക്കണം. അതൊക്കെ ഇവിടുത്തെ വാച്ച്മാന്റെ പണിയല്ലേ? അതെങ്ങനെയാടാ വാച്ച്മാന്റെ പണിയാകുന്നത്? വാച്ച്മാന് കാവല് നിൽക്കണ്ടേ? അയാൾക്ക് പിന്നെ ഇതിനും കൂടി ഉള്ള സമയം കിട്ടുമോ? എന്നാ പിന്നെ ഇവിടുത്തെ ജോലിക്കാരല്ലേ അതൊക്കെ ചെയ്യേണ്ടത്. അതെന്തിനാ ഞാൻ ചെയ്യുന്നത്? നീ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി. അല്ല, ഈ ഡ്രസ്സിൽ തന്നെ നിനക്ക് പറഞ്ഞ ജോലിയൊക്കെ ചെയ്യണോ? വേണ്ട, ഞാൻ ഡ്രസ്സ് മാറി വരാം. എന്നാ ചെല്ല്. അമ്മായി, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നവ്യക്ക് വലിയ സംശയമാണ്. അങ്ങനെ പെട്ടെന്ന് ഞാൻ കീഴടങ്ങി കൊടുക്കേണ്ടി വരും. കീഴടങ്ങണടാ, അന്തസ്സുള്ള ആണുങ്ങൾ അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാതെ നിന്നെ പോലെ. ഇതും പറഞ്ഞുകൊണ്ട് ദേവിയനെ എവിടുന്ന് പോവാൻ കേട്ടോ. അങ്ങനെ അഭിയാണെന്നുണ്ടെങ്കിൽ നേരെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ജലജയുടെ മുറിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ജലജയാണെങ്കിൽ ദേഷ്യം പിടിച്ച് ബെഡിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മേ, എന്തു പറ്റി അമ്മേ? ആദർശ് എങ്ങനെയാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? നീ അല്ലേടാ അവൻ ഏതവനെയൊക്കെ വിളിച്ചിട്ട് ജയിലിൽ കുടുക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അവൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. AN ജ്വല്ലറിക്കാരൻ മൂർത്തീസ് ജ്വല്ലറിയുടെ എത്രയോ മടങ്ങ് മുകളിലാണെന്നും അവർക്കുള്ള സ്വാധീനം മൂർത്തീസ് ജ്വല്ലറിക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞ് പെരുപ്പിച്ചത് നീയല്ലേ? അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആകാംക്ഷ തന്നിട്ട് ഇപ്പൊ അവന് പുഷ്പം പോലെ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നാ കേൾക്കുന്നത്. ഞാനും കേട്ടമ്മേ. പക്ഷെ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. നിനക്കറിയില്ലേ? അറിയില്ലേന്ന്? ഇല്ലമ്മേ. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്. നീ എത്രയും പെട്ടെന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചമ്മേ. AN ജ്വല്ലറിയിലെ മാനേജർക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ വിളിച്ചു. പക്ഷേ അയാൾ എടുക്കുന്നില്ല. എടുക്കില്ലടാ. എങ്ങനെ എടുക്ക? നീ ഇതിന് കാശ് ചെലവാക്കിയോ? അത് പിന്നെ അയാൾക്ക് കുറച്ച് കാശ് സംഘടിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. നീ എത്ര കൊടുത്തു? ഞാൻ ഇപ്പൊ ഒരു 5 ലക്ഷം കൊടുത്തു. എവിടുന്നാടാ നിനക്ക് 5 ലക്ഷം കിട്ടിയത്? അത് പിന്നെ പറയടാ, എവിടുന്നാ നിനക്ക് കിട്ടിയെന്ന്? അനാമിക തന്നതാ അമ്മേ. അനാമികയോ? അവളുടെ കയ്യിൽ കുറച്ച് സ്വർണം ഉണ്ടല്ലോ, ഇവിടുന്ന് അമ്മായിയൊക്കെ കൊടുത്ത സ്വർണം. അത് പണയം വെച്ച് ഒരു 5 ലക്ഷം രൂപ അവൾ എനിക്ക് എടുത്തു തന്നതാ. ബാക്കി ഒരു 10 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാനാ. അവൻ ജയിലിൽ നിന്ന് ഒരിക്കലും പുറത്ത് വരില്ലെന്ന് കണ്ട ആ 10 ലക്ഷം കൂടി കൊടുക്കാതെ പറഞ്ഞിരിക്കുകയായിരുന്നു. എടാ, നീ ഇനി എവിടുന്ന് ഈ 10 ലക്ഷം കൊടുക്കുന്നത്? അതിന് പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലല്ലോ അമ്മേ. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ലേ? എടാ മണ്ട, 5 ലക്ഷം രൂപ ഇനി എങ്ങനെയാ ആ അനാമികയ്ക്ക് കൊടുക്കുക? അതൊന്നും എനിക്കറിയില്ല അമ്മേ. അവര് വലിയ സന്തോഷത്തിലാ. ഇനി അയാൾ എങ്ങാനും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് അവരെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ 5 ലക്ഷം വീണ്ടും ചോദിക്കും അമ്മേ. എടുത്തങ്ങ് കൊടുക്ക്. എന്റെ സ്വർണത്തിലൊന്നും നിനക്ക് കണ്ണു വേണ്ട. നിന്റെ ഭാര്യയോട് ചോദിച്ചോ നീ. എന്നാലും നീ എന്താടാ ഇങ്ങനെയായി പോയത്? എല്ലാത്തിലും ചെന്ന് പെട്ടു കൊടുക്കാണല്ലോ. നിന്നെപ്പോലെ ഒരു മകനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അനി വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് മുറിയിലോട്ട് കയറി വരുന്നത്. ഇവരുടെ മുറി കടന്നു വേണം അനിയുടെ മുറിയിലോട്ട് പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ മുറി പാസ് ചെയ്തോണ്ട് അനിയുടെ മുറിയിലോട്ട് പോവാൻ കേട്ടോ. ആ സമയത്താണ് ജലജയുടെ ഉയർന്ന ശബ്ദം അനി കേൾക്കുന്നത്. എടാ, നീയൊക്കെ എന്റെ മകനായി എന്റെ വയറ്റി വന്ന് പറഞ്ഞല്ലോ. അതിനെങ്ങനെയാ? എന്റെ ബുദ്ധി വിവരമൊന്നും അല്ല നിനക്ക്, ആ ശങ്കറിന്റെ ബുദ്ധിയാ. നിനക്കൊക്കെ ഒരു അച്ഛനെന്ന് പറയുന്നവനുണ്ടല്ലോ, അയാളുടെ. അമ്മേ, എന്റെ ഷോൾഡറിൽ നിന്ന് പിടിവിടമ്മേ. ഇല്ലടാ, ഞാൻ വിടില്ല. എന്തോ ഇവരുടെ സംസാരം ഒരു പന്തി ഇല്ലല്ലോ. ആദർശേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ഇവർക്ക് വലിയ ഷോക്കായി കാണും. അമ്മേ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പരിശ്രമിച്ചതാ. ഇത് കേട്ടപ്പോ അനിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവനായിരുന്നു ആദർശേട്ടൻ ജയിലിലാവാൻ കാരണം? എടാ, ആ AN ജ്വല്ലറിക്ക് കൊടുത്ത 5 ലക്ഷം രൂപയില്ലേ, എത്രയും പെട്ടെന്ന് അത് എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് ആ അനാമികയ്ക്ക് കൊണ്ടു കൊടുക്കാൻ നോക്ക്. അവൻ ഒരാഴ്ച കൊണ്ട് ഇങ്ങോട്ടെത്തും. ആദർശിനെ പിന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ആ വേണു കാണും.
പിന്നെ എന്തിനാടാ നീ കൊടുത്ത കാശിന് ഉപകാരം ഉണ്ടാവുക? ഏതായാലും എന്റെ മനസ്സും ശരീരവും ഒക്കെ തളർന്നിരിക്കുക നിന്നെക്കൊണ്ട്. അനാമികയുടെ 5 ലക്ഷം രൂപയോ? അപ്പോ ഇവൻ ഇപ്പോഴും അനാമികയുമായിട്ട് ഇടപാടുണ്ട്. അനാമികയുടെ വീട്ടുകാരോടൊപ്പം ചേർന്നിട്ട് അമ്മയും മോനും കൂടി ഈ വീട്ടിലുള്ളവരെ താറടിക്കാൻ നോക്കുക. നാണം കെട്ട വർഗങ്ങള്. ജീവിക്കാൻ അപ്പച്ചിക്ക് അഭയം കൊടുത്തിട്ടും അവര് വീണ്ടും അവരെ മോനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ നോക്കുക. എടാ, ഇനി നമ്മൾ എന്ത് ചെയ്യടാ? എനിക്കൊന്നും അറിയില്ലാമേ. AN ജ്വല്ലറിയുടെ മാനേജറെ ഞാൻ വിളിച്ചു നോക്കി, പക്ഷെ അയാളെ എടുക്കുന്നില്ല. എന്താ ഉണ്ടായിന്ന് ഞാനൊന്ന് അവരെ വിളിച്ചു നോക്കട്ടെ. സാവകാശം കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അവിടെ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഇറങ്ങിപ്പോരില്ലമ്മേ. നീ ഇനി എനിക്ക് ഒരു പ്രതീക്ഷയും തരണ്ട. നിന്റെ പ്രതീക്ഷകൾ കൊണ്ട് ഞാൻ ആകെ പൊറുതിമുട്ടിയിരിക്കുക. ഓഹോ, അപ്പൊ ഇവൻ AN ജ്വല്ലറിയിലെ മാനേജറുമായിട്ട് ഒത്തുചേർന്നാണ് ഈ കളിയൊക്കെ കളിച്ചത്. എന്റെ ഏട്ടനെ ജയിലിൽ കയറ്റാൻ വേണ്ടി നാടകം കളിച്ചത്. അപ്പൊ ഇവന്റെ കളിയായിരുന്നു ഏട്ടനെ അങ്ങ് ദുബായിൽ എത്തിച്ചത്. ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല. ഒറ്റയടിക്ക് കൊല്ലണം ഇവനെ. അപ്പോഴാണ് ജലജ പറയുന്നത്, എന്തൊക്കെ മനസ്സ് സ്വപ്നം കണ്ടതായിരുന്നു എന്നറിയോ? മൂർത്തിച്ചുള്ളത് 2ാമത് 3ാമത് 4ാമത് 5ാമതൊക്കെ എത്തുന്നത്. ആ സ്വപ്നമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോയല്ലോ അബി. അമ്മേ, ഞാനും സ്വപ്നം കണ്ടതാ മൂർത്തി ജ്വല്ലറിയുടെ അടിവേരിളകുന്നത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല അമ്മേ. എന്ത് സംഭവിക്കാൻ? എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ നീ ഒരു മണ്ടനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ. അമ്മേ, നിങ്ങൾ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താതെ എന്താ ഉണ്ടായതെന്ന് ഞാനൊന്ന് അറിയട്ടെ. അറിഞ്ഞിട്ട് എന്തിനാടാ? അവൻ എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലേ? അമ്മയും മോനും കൂടി മൂർത്തി ജ്വല്ലറിയുടെ അധപ്പതനം കാണാൻ ആഗ്രഹിക്കുക. രണ്ടിനെ ഞാൻ ഇവിടുന്ന് വെളി കളഞ്ഞു തരാം. ഇതും പറഞ്ഞോണ്ട് അനി ആ ഡോറിന് തട്ടാണ് കേട്ടോ. അബി കുറ്റിയിട്ടിരിക്കുകയാണ് ഡോറ്. അങ്ങനെ അബി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ, ആരാ കതകിന് മുട്ടുന്നത്? എനിക്കെങ്ങനെ അറിയാം? നിന്റെ ഭാര്യ വല്ലതും ആയിരിക്കും. അമ്മേ, നിങ്ങൾ ഒരുപാട് ശബ്ദത്തിലാ സംസാരിച്ചത്. അവൾ എങ്ങനെ കേട്ട് കാണും. കേട്ടാൽ എന്താണ് കുഴപ്പം? കതക് ചെന്ന് തുറക്ക്. അങ്ങനെ അബി ചെന്നിട്ട് കതക് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ കാണിക്കുന്നത് അനിയാണ്. അനി, നീയോ? എടാ, നിനക്ക് മൂർത്തി ജ്വല്ലറിയുടെ അധപ്പതനം കാണണല്ലേടാ? കാണിച്ചു തരടാ നിന്നെ ഞാന്. ഇതും പറഞ്ഞോണ്ട് അബിയുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് പുറത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ അബിയെ. അബി ആണെങ്കിൽ നിലത്ത് പോയി അങ്ങ് വീഴുന്നുണ്ട്. അനി, നീ എന്തിനാടാ എന്നെ തല്ലുന്നത്? നീയാണ് എന്റെ ആദർശേട്ടനെ ജയിലിൽ കയറ്റിയത്. ഞാനോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാ കയറ്റുന്നത്? നിന്നെ ആദർശേട്ടൻ ജയിലിൽ കയറ്റിയില്ലേ? അതിന് നീ പ്രതികാരം വീട്ടിയതല്ലേടാ? അനി, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. എടാ, നീ നിന്റെ അമ്മയോട് പറയുന്നത് നല്ല വെടിപ്പിലും വൃത്തിക്കും ഞാൻ കേട്ടതാ. ഇതും പറഞ്ഞോണ്ട് അബിയുടെ കാരണത്തൊരെണ്ണ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജലജ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താടാ അനി നീ കാണിക്കുന്നത്? അവര് വിടടാ. മാറി നിന്നും. അപ്പച്ചയാണെന്നൊന്നും ഞാൻ നോക്കില്ല. കുടുംബത്തിന്റെ അടിവേര് തകർക്കാൻ വന്നത് ആരാണെങ്കിലും കൊന്നുകളയും ഞാൻ. നിങ്ങളോട് മാറി നിൽക്കാനാ പറഞ്ഞത്. അനി, നീ ആരോടാടി ഈ സംസാരിക്കുന്നത്? അപ്പച്ചിയോടാണെന്നത് ഓർക്കണം. ഒരപ്പച്ചി വന്നിരിക്കുന്നു. അപ്പച്ചിയാണത്ര അപ്പച്ചി. നിങ്ങൾ ഒരു ചുക്കുമല്ല. ഇവനെ ഞാൻ നിങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊല്ലും. നോക്കിക്കോ. അയ്യോ, എന്റെ മോനെ കൊല്ലുന്നേ. എടാ അനി, എന്റെ മോന്റെ മേലിന്ന് എഴുന്നേൽക്കടാ. നിങ്ങളോട് മാറാനല്ലേ പറഞ്ഞത്? എടാ ദ്രോഹി, നീ എന്റെ ആദർശേട്ടന് ജയിലിൽ കയറ്റുമല്ലടാ. ഈ കുടുംബത്തിനെയും മൂർത്തി ജ്വല്ലറിയുടെയും അടിത്തറ നീ ഇളക്കുമല്ലേടാ. നിന്റെ വൃത്തികെട്ട ചരിത്രം ഞാൻ നിന്റെ ഭാര്യയോട് പറയട്ടെ? ഏട്ടത്തിയോട് ഞാനതൊക്കെ വിളമ്പട്ടെ? എടാ അനി, നീ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യില്ലേ. അവളെങ്ങാനും ഇത് കണ്ടോണ്ട് വന്ന സത്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറയേണ്ടി വരും. പറയണടാ. ധൈര്യമുള്ള ആണാണെങ്കിൽ നീ അത് തുറന്ന് പറയണം. നാണം ഇല്ലല്ലോടാ നിനക്ക്. നിനക്കും വേണ്ടി എന്റെ ഏട്ടൻ ത്യാഗം സഹിക്കുക. എന്നിട്ട് ആ മനുഷ്യനെ തന്നെ അനി പറ്റിപ്പോയടാ. ഇതിനി ആരോട് പറയല്ലേ? പറയരുതെന്നോ? ഇത് പറഞ്ഞപ്പോ തന്നെ മൂക്കടക്കം ഒരെണ്ണം കൂടി കൊടുക്കുക, ഒരു കുത്തങ്ങ് കൊടുക്കാനിട്ടോ അനി. എന്നാ ഇത് കണ്ടോടാണ് നേരെ ജാനകി അങ്ങ് ഓടി വരുന്നത്. അനി, അവന്റെ മേലിൽ എഴുന്നേൽക്ക്. എന്താ അനി നീ ചെയ്യുന്നത്? അമ്മ എന്നെ വിട്. ഇവനെ ഈ വീട്ടിൽ ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല. ഇവന് മാത്രമല്ല, ഇവനെ വളർത്തി വലുതാക്കിയതാ ഇവർക്കും. ജലജെ, എന്താ ഇത്? എനിക്കൊന്നും അറിയില്ല ജാനകി. നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയൻ വരുന്നത്. ജയനും അജയനും വരുന്നുണ്ട് കേട്ടോ. അനി എഴുന്നേൽക്ക്. ഇതും പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കേട്ടോ. ആ സമയത്ത് അബി ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. അയ്യോ, നീ എന്തിനാണ് അവന്റെ കഴുത്തിന് കയറി പിടിക്കുന്നത്? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അച്ഛാ? പറ അച്ഛൻ, എന്താണ് അതിനുണ്ടായത്? അച്ഛാ, നമ്മുടെ ആദർശേട്ടനില്ലേ, ആദർശേട്ടനെ ജയിലിലാക്കാൻ കാരണക്കാരൻ ഇവനാ. എന്ത്? ഇവനോ? ഇവൻ എന്ത് വിചാരിച്ചാലാ ആദർശ് ജയിലിൽ പോവുക? ഇവനൊന്നും ആയിരിക്കില്ല. ആ AN ജ്വല്ലറിക്കാരാണ്. AN ജ്വല്ലറിക്കാരുടെ കൂടി ചേർന്നത് ഇവനാ. അങ്ങനെ കൂടി ചേർന്നിട്ട് സ്വന്തം കമ്പനിയെ ഉറ്റ കൊടുത്തവൻ. നീ എന്തൊക്കെയാ നീ പറയുന്നത്? ഊഹാബോഹത്തിന്റെ പുറത്ത് അതും ഇതും പറയരുത്. ഊഹാബോഹത്തിന് പുറത്തല്ല വല്യച്ഛൻ ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ട സത്യങ്ങളാ. ഇവന്റെ അമ്മയോട് ഓരോ സത്യങ്ങളും പറയുന്നത് എല്ലാം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. എന്ത്? അപ്പോ ഇവനായിരുന്നു എന്റെ മോൻ ജയിലിലാവാൻ കാരണക്കാരൻ? അതെ വല്യച്ഛ,
ഇവൻ ഒറ്റ ഒരുത്തനാ ആദർശേട്ടൻ ജയിലിൽ പോവേണ്ടി വന്നത്. ഇവന്റെ ഐഡിയ ആയിരുന്നു ആദർശേട്ടനെ ദുബായിൽ എത്തിച്ചത്. എടാ നീ എന്താണ് എന്റെ മോനോട് ചെയ്തത്? വലിച്ച അനി വെറുതെ വരുമെന്ന്. അനി വെറുതെ വരുന്നോ? അനി അങ്ങനെ നുണ പറയില്ല. എടാ ഞാൻ നുണ പറഞ്ഞതാണോടാ? ഇതും പറഞ്ഞോണ്ട് അബിയുടെ കഴുത്ത് കയറി പിടിക്കാൻ കേട്ടോ. അപ്പോ ജയം പറയുന്നുണ്ട്, ജലജെ എന്താടി നിന്റെ മോൻ ചെയ്തത്? എന്റെ മോൻ ജയിലിൽ പോകാൻ കാരണക്കാരൻ നിന്റെ മോനാണോ? AN ജ്വല്ലറിയോടൊപ്പം ചേർന്ന് ഞങ്ങളെ ചതിച്ചത് നിന്റെ മകനാണോന്ന്? അയ്യോ ഏട്ടാ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നത് കേട്ടതാ ഇവന്. അതൊന്നും സത്യമല്ല ഏട്ടാ. അല്ലേനും AN ജ്വല്ലറിയോടൊക്കെ കൂടെ കൂടാൻ ഇവൻ എന്താ അർഹത? അപ്പൊ നിങ്ങളെല്ലാരും കൂടി ഞാൻ പറഞ്ഞത് നുണയാണെന്നാണ് പറയുന്നതല്ലേ? ഇതും പറഞ്ഞോണ്ട് അബിയുടെ കഴുത്ത് കയറി പിടിക്കാൻ കേട്ടോ അനി. എന്നിട്ട് തിരിച്ചു മറിച്ച് കൈകൊണ്ട് പൊട്ടിക്കുന്നുണ്ട്. പറടാ സത്യം പറയാൻ, നീ അല്ലടാ ഇതിന്റെ പിന്നിൽ, പറയടാ. ഇതും പറഞ്ഞുകൊണ്ട് വീണ്ടും ഷോൾഡറിൽ കയറി പിടിക്കാൻ കേട്ടോ. ആ സമയത്താണ് നവ്യ അങ്ങോട്ട് വരുന്നത്. എടാ നീ എന്താണ് അബി ചെയ്യുന്നത്? അബിയെ നീ തല്ലുന്നോ? നിന്റെ പ്രായത്തിന് മൂത്തവനല്ലേടാ അബി? ഏട്ടത്തി, ഇവൻ എന്റെ പ്രായത്തിന് മൂത്തവനായിരിക്കും, പക്ഷേ ഇവന് ഞാൻ ചിന്തിക്കുന്ന ഒരു അംശം പോലും ചിന്തിക്കാനുള്ള നന്മയില്ല ഇവന്റെ മനസ്സിൽ. നന്മയില്ലാത്തതേ നിനക്ക് നിന്റെ ഏട്ടനാടാ. അപ്പോ നീ എന്റെ അബിയെ തല്ലിയല്ലേ? തല്ല് മാത്രല്ല ഏട്ടത്തി, കണ്ടോ ഇവനെ ഞാൻ പുറത്താക്കാൻ പോവാ. ഇതും പറഞ്ഞുകൊണ്ട് അവന്റെ ഷോൾഡറിൽ പിടിച്ചോണ്ട് വലിച്ചരച്ച് കൊണ്ടുപോകാൻ കേട്ടോ അബിയെ. ആ സമയത്ത് നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നവ്യ ആണെന്നുണ്ടെങ്കിൽ അനിയെ ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. എന്നിട്ട് അനിയുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുകയാണ്. വിടട്ടാ അബി. എടാ നീ എന്റെ അബിയെ തല്ലുവല്ലേടാ. ഇതും പറഞ്ഞുകൊണ്ട് അനിയുടെ കഴുത്ത് കയറി പിടിക്കാൻ കേട്ടോ. ഏട്ടത്തി എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, കാരണം സത്യം അറിയാതെ ഏട്ടത്തി എത്രത്തോളം ചെയ്യും. തല്ലിക്കോ, എന്നെ കൊന്നോ, എന്നാൽ ഈ മാരണത്തെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ആരും പറയുന്നത് കേൾക്കാതെ അബിയെ പുറത്താക്കാൻ കേട്ടോ അനി. വലിച്ചിറക്കിയിട്ട് അബിയെ പുറത്തോട്ടൊരൊറ്റ തള്ളാൻ കേട്ടോ. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, എടാ നീ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ. എന്റെ മോനെ നീ തള്ളി പുറത്താക്കിയല്ലേ? തള്ളി പുറത്താക്കുക മാത്രല്ല, നിങ്ങളുടെ മോനെ ഞാൻ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാ അവനെ തലി കൊല്ലും ഞാൻ. കൊല്ലടാ, അങ്ങ് കൊല്ല്. അവനെ മാത്രം ആക്കണ്ട, എന്നും കൂടി അങ്ങ് കൊല്ല്. സമാധാനാവൂല്ലേ നിങ്ങൾക്കപ്പോ? അപ്പച്ചി ഒരു അക്ഷരം മിണ്ടരുത്. അപ്പച്ചി പറയുന്ന മുഴുവനും ഞാൻ കേട്ടു. അതേടാ, ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഒക്കെ പിന്നിൽ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഞങ്ങൾക്ക് ഇവിടെ അത്രയും വലിയ സ്വാധീനമാണല്ലോ നിങ്ങൾ തന്നിരിക്കുന്നത്. ഒരു പട്ടിയുടെ വില പോലും തരാതെ ഞങ്ങൾ നിങ്ങൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണമെന്നാ? അപ്പച്ചിക്ക് ഇവിടെ പട്ടിയുടെ വില ഇല്ലാതാക്കിയത് അപ്പച്ചി തന്നെയാ. കൂടുതലൊന്നും പറയണ്ട. എടാ നിന്നോടാ ഞാൻ പറയുന്നത്, നീ ഇനി പടി ചവിട്ടി പോവരുത്. ഈ പടി ചവിട്ടിയാ നിന്നെ ഞാൻ വെട്ടിയരിയും. അനി അവൻ അച്ഛ, നമ്മുടെ ആദർശേട്ടനെ ജയിലിൽ കയറ്റാൻ നോക്കിയവനെ എന്തിനാ അച്ഛ വെറുതെ വിടുന്നത്? ഇവൻ ഒരു നേരം ഇവിടെ ഉള്ളവരൊക്കെ കൊല്ലാൻ നോക്കില്ലെന്ന് ആര് കണ്ടു? ഇവൻ ഇവിടുന്ന് പുറത്ത് പോവേണ്ടത് എല്ലാവരുടെ അത്യാവശ്യമാണ്. ഈ പടി ഇനി നീ ചവിട്ടരുത്. സെക്യൂരിറ്റി. ആ സമയത്താണ് സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ദേ ഇവനെ പിടിച്ച് പുറത്ത് കളഞ്ഞോളണം. ഇനി ഇവൻ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവൻ ഉള്ളിൽ കയറാതെ നോക്കിക്കൊള്ളണം. ആ സമയത്ത് നവ്യ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഇനി ഞങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്? ഞാനും എന്റെ കുഞ്ഞും കൂടി നിന്റെ കൂടെ വരാം. എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാം. ഇവന്റെയൊക്കെ കൂടെ ചീഞ്ഞു അഴിഞ്ഞ് ഇവിടെ താമസിക്കുന്നേക്കാളും ഭേദം അതാണ്. അമ്മേ നമുക്ക് പോവാമ്മേ. ആ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി അവരകത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ എല്ലാരും ഇവിടെ? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞില്ലേ, ഇവനാ ആ AN ജ്വല്ലറിയോടൊപ്പം ചേർന്ന് എന്റെ കുഞ്ഞിനെ ജയിലിലാക്കിയത്. ഒരു തെറ്റും ചെയ്യാതെ. ഒരു തെറ്റും ചെയ്തില്ലെന്നോ? അപ്പൊ നിങ്ങളുടെ മോനെ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചതോ? നിർത്തടി, ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാം. കൊടുക്കട്ടെടാ, മറുപടി ഞാൻ കൊടുക്കട്ടേന്ന്. ഇതും പറഞ്ഞ് അബിയുടെ മുഖത്തോട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നവ്യക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവേനി നിർത്ത്, മതി. ഇവനൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു. എടാ നിനക്ക് എങ്ങനെ പറ്റിയടാ ഇങ്ങനെ ചെയ്യാൻ? പാല് തരുന്ന കൈക്ക് തന്നെ നീ അവസാനം കൊത്തി അല്ലടാ. ഇതും പറഞ്ഞോണ്ട് അബിയുടെ കട നോക്കി ഒരെണ്ണം പൊട്ടിക്കാൻ കേട്ടോ. കൊല്ല്, തല്ല്. അവനെ മാത്രം ആക്കണ്ട, എന്നെ എന്റെ കുഞ്ഞിനെയും കൂടി തല്ലി കൊല്ല. എല്ലാവരും കൂടി. എല്ലാവർക്കും തല്ലാനും കൊല്ലാനും ഉള്ളതാണല്ലോ ഞങ്ങളൊക്കെ, ചാവേറുകള്. എടാ ഇതിനുള്ള മറുപടി ഞാൻ നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നില്ല. അതിന് പകരം നീ കൊടുത്താ മതി. കയറി പോടാകത്ത്. ഇത് കേട്ട പനി പറയുന്നുണ്ട്, മുത്തശ്ശ ഇവനെ ഞാൻ വെളി കളഞ്ഞതാ മുത്തശ്ശ. ആരോട് ചോദിച്ചിട്ട്? അത് പിന്നെ ഇവൻ അത്രയ്ക്കും വലിയ തെറ്റാ മുത്തശ്ശ ചെയ്തിരിക്കുന്നത്. അവൻ ഇത് അർഹിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇവനിപ്പൊ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. കയറി പോടാകത്ത്. മുത്തശ്ശ പോടാകത്ത്. വേണ്ട അബി നിൽക്ക്, നമുക്കേ വേറെ എവിടെങ്കിലും പോയി താമസിക്കാം. ഇനി ഈ വീട്ടിൽ കഴിയണമെന്നില്ല. അബിയോടാ പറഞ്ഞത് ഇവളെയും കൂട്ടി അകത്ത് പോവാൻ. നവ്യെ നീ വാ, തൽക്കാലം നമുക്ക് ഇതൊക്കെ മറക്കാം. ഛേ നിനക്ക് നാണല്ലോ അബി. നവ്യെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നീ ആദ്യം എന്റെ കൂടെ വാ. എന്നെ വിട അബി. ഇങ്ങനെ നാണം കെട്ടി ഇവിടെ ജീവിക്കണമെന്നില്ല എനിക്ക്. നവ്യെ നിന്നോട് ഞാൻ അകത്തോട്ട് വരാനാ പറഞ്ഞത്.
നീ ഒന്ന് വാ നവ്യെ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യയുടെ കൈ പിടിച്ച് അകത്തോട്ട് കയറി പോവാണ് കേട്ടോ. ആ സമയത്ത് ദേഷ്യം കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാണ് മൂർത്തി മുത്തശ്ശൻ. അച്ഛാ, അവൻ പുറത്ത് പോകേണ്ടതല്ലായിരുന്നു, പിന്നെ എന്തിനു നിഷേധിച്ചെന്ന് പറയുന്ന കേട്ടോ ജയന്. അവൻ പുറത്ത് പോയി കഴിഞ്ഞാ അവന്റെ പിന്നാലെ നവ്യയും ഇറങ്ങും. പിന്നെ ആ കുഞ്ഞും അവരെവിടെ പോകുന്ന വല്ല കൊക്കയിലും കൊണ്ട് അവരെ തള്ളിൽ നാര് കണ്ടവൻ. അവനൊരു പഠിച്ച കള്ളനാ. എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ എന്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. തൽക്കാലം എല്ലാരും പോവാൻ നോക്ക്. ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു കിടിലൻ എപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിക്കാണ്. ഇനി എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം. 2 എപ്പിസോഡായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 2 എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ ഇടാം. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. ഇനി വരുന്ന എപ്പിസോഡിൽ നവ്യ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.